പറഞ്ഞു, പ്രത്യേകമായ വിഭാഗങ്ങൾക്ക് സ്വർഗത്തിലെത്താൻ പ്രത്യേകമായ വാതിലുണ്ടെന്ന് പഠിപ്പിച്ചല്ലോ. എന്നാൽ രണ്ട് പ്രത്യേകമായ വിഭാഗം ആളുകളുണ്ട്. അവർക്ക് സ്വർഗത്തിന്റെ 8 വാതിലിലൂടെയും സ്വർഗത്തിലെത്താം കേട്ടോ. രണ്ട് വിഭാഗങ്ങളുടെ പ്രത്യേകതയാണ്. ആ രണ്ട് വിഭാഗക്കാർക്ക് സ്വർഗത്തിന്റെ 8 വാതിലിലൂടെ ഏത് വാതിലിൽ വേണമെങ്കിലും സ്വർഗത്തിലെത്താം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആരാണ് ആ രണ്ട് വിഭാഗം ആളുകൾ? അതിൽ ഒരു വിഭാഗം ഇന്നലെ നാം ഇവിടെ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചു. ഒരാൾക്ക് ഒന്നിലധികം ഭാര്യമാരുണ്ടായിട്ട് ആ ഭാര്യമാർക്കിടയിൽ നീതി പാലിക്കുകയും അവരെ വേദനിപ്പിക്കാതെ രണ്ടുപേരെയും സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചവർ ആരാണോ അവർക്ക് 8 വാതിലിലൂടെ ഏത് വാതിലിൽ വേണമെങ്കിലും സ്വർഗത്തിലെത്താം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്നാൽ രണ്ടാമത്തെ ഒരു വിഭാഗം ആളുകൾ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുസ്ലിമേ, വുളു എടുക്കാറില്ലയോ? ആ വുളു എടുത്തതിന് ശേഷം ഒരു പ്രത്യേകമായ ഒരു ദുആയുണ്ട്, ഒരു പ്രത്യേകമായ ഒരു പ്രാർത്ഥനയുണ്ട്. അത് മദ്രസയിൽ നിന്ന് നാം പഠിച്ചതാണ്, കിതാബുകളിൽ നിന്നെല്ലാം പഠിച്ചതാണ്. പക്ഷേ ഒന്ന് പറഞ്ഞാൽ വിഷമമില്ലെങ്കിൽ പറഞ്ഞോട്ടെ, ഈ സാധുവായ എന്റെ സ്വന്തം നഫ്സിനെയും ഉൾക്കൊള്ളിച്ചിട്ടാണ് പറയുന്നത്. പക്ഷേ വുളൂഇന്റെ ശേഷമുള്ള ദുആ നമ്മിൽ എത്ര പേരാണ് നിർവഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ വളരെ കുറഞ്ഞ പേര് മാത്രമല്ലയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതാ സ്വർഗത്തിന്റെ 8 കവാടങ്ങളിലൂടെ ഏത് വാതിലിൽ വേണമെങ്കിലും സ്വർഗത്തിൽ എത്താൻ പറ്റിയ 2 വിഭാഗങ്ങളിൽ രണ്ടാമത്തെ വിഭാഗമാരാണ്? വുളു എടുത്തതിന് ശേഷമുള്ള ദുആ ജീവിതത്തിൽ പതിവാക്കിയവനുണ്ടോ അവന് സ്വർഗത്തിന്റെ ഏത് വാതിലിൽ വേണമെങ്കിലും സ്വർഗത്തിലെത്താമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തണം. നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തണം. എന്താണ്? വുളൂഇന് ശേഷമുള്ള ദുആ. ഉമ്മമാരെ, ചിലപ്പോൾ പഴയ കാലത്ത് മദ്രസയിൽ പോയപ്പോൾ പഠിച്ചതായതുകൊണ്ട് അത് പതിവാക്കുന്ന ഒരു സ്വഭാവം ഇല്ലാതാകുമ്പോ ചിലപ്പോൾ ആ പഠിച്ചതും മറന്നിരിക്കും. പ്രത്യേകിച്ച് പ്രായമുള്ള ഉമ്മമാരോടൊക്കെ ഞാൻ പറയാം. എന്നാൽ ഇന്ന് വീട്ടിലുണ്ടാവും മദ്രസയിൽ പഠിക്കാൻ പോകുന്ന മക്കൾ, അല്ലെങ്കിൽ പേരമക്കൾ ഉണ്ടാകും. അവരോടൊന്ന് ചോദിക്കുക, മോനെ, ഏതാടാ വുളൂഇന്റെ ശേഷമുള്ള ദുആ? അതൊന്ന് പറഞ്ഞതാ, ഒന്ന് എഴുതിത്താ, ഞാനതൊന്ന് പഠിച്ചോട്ടെ. എന്നിട്ട് വുളൂ എടുത്തതിന് ശേഷം ആ ദുആ അങ്ങ് നിർവഹിച്ചാൽ ഏത് വാതിലിലൂടെ വേണമെങ്കിലും സ്വർഗത്തിലെത്താനുള്ള വഴിയാണ്. ഇത് പഠിപ്പിക്കുകയാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സ്വർഗത്തിന്റെ കവാടങ്ങൾ പഠിപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കാര്യം പഠിപ്പിക്കുകയാണ്. എന്നിട്ട് സ്വർഗത്തിലുള്ള സൗകര്യങ്ങളും സ്വർഗത്തിലെ അനുഗ്രഹങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആ സ്വർഗത്തിൽ ധാരാളം പുഴകളുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. അത് ഒന്ന് വെള്ളമാണ്, മറ്റൊന്ന് പാലാണ്, കള്ളാണ്, തേനാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, സ്വർഗത്തിൽ രാത്രിയും പകലും അങ്ങനൊന്നുമില്ല. ഇപ്പൊ ദുനിയാവിലാവുമ്പോ രാത്രിയുണ്ട്, പകലുണ്ട്. ഇതിപ്പോ രാത്രിയാ, ഇനിയിപ്പോ പ്രഭാതമായാൽ പകലാണ്. എന്നാൽ സ്വർഗത്തിലെത്തിയാൽ പിന്നെ അവിടെ ഡേ ആൻഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ടൊന്നില്ല. രാപ്പകൽ, രാത്രിയും പകലും അങ്ങനെ ഒന്നും സ്വർഗത്തിലില്ല എന്ന് ഇമാമിയങ്ങൾ പഠിപ്പിക്കുകയാണ്. അതേസമയം സ്വർഗത്തിലുള്ളത് നിത്യമായും പ്രകാശമാണ്, സ്വർഗത്തിലുള്ളത് നിത്യമായും വെളിച്ചമാണ്. അവിടെ രാത്രിയും പകലും എന്നൊരു വ്യത്യാസം സ്വർഗത്തിലില്ല. അവിടെ നിത്യമായും പ്രകാശമാണ്, വെളിച്ചമാണ്. സുബ്ഹാനല്ലാഹ്.
അപ്പൊ സ്വർഗത്തിൽ സൂര്യനില്ല, സ്വർഗത്തിൽ ചന്ദ്രനില്ല, സ്വർഗത്തിൽ രാത്രിയില്ല, സ്വർഗത്തിൽ പകലില്ല. അപ്പൊ പിന്നെ രാത്രിയും പകലും സമയങ്ങൾ മനസ്സിലാകലെങ്ങനെ? അത് പ്രകാശത്തിന്റെ മാറ്റം അനുസരിച്ച് സമയത്തിന്റെ മാറ്റം ഉണ്ടാകൂ, അല്ലാതെ രാത്രിയും പകലും എന്നൊരു വ്യത്യാസം സ്വർഗത്തിലില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ സ്വർഗത്തെ കുറിച്ച് വിശദീകരിക്കുന്ന കൂട്ടത്തിൽ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയൂ. സുബ്ഹാനല്ലാഹ്. എന്നിട്ടോ ആ സ്വർഗത്തിൽ വൃക്ഷങ്ങളുണ്ട്, സ്വർഗത്തിൽ മരങ്ങളുണ്ട്. ആ മരങ്ങളുടെ വിശേഷണം പറഞ്ഞ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്ന ഫിൽ ജന്നതി ഷജറതൻ, സ്വർഗത്തിൽ ഒരു വൃക്ഷമുണ്ട്, ഒരു മരമുണ്ട്. ആ മരത്തിന്റെ പ്രത്യേകത എന്താണ്? യസീറു റാകിബു ഫീ ദില്ലിഹാ മിഅത വലാ യഖ്തഉഹാ. ആ സ്വർഗത്തിലുള്ള മനുഷ്യൻ ആ മരത്തിന്റെ തണലിലൂടെ നടക്കുകയാണ്, അതുപോലെ യാത്ര ചെയ്യുകയാണ്. യാത്ര തുടങ്ങിയിട്ട് 1 വർഷമായെങ്കിലും, 100 വർഷമായെങ്കിലും, 100 വർഷമായെങ്കിലും ആ മരത്തെ അവൻ മുറിച്ച് കടക്കൂല. അപ്പൊ ആ മരത്തിന്റെ വിശാലത എത്രമാത്രമാണെന്ന് നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. യാത്ര തുടങ്ങിയിട്ട് 100 വർഷമായിരിക്കുകയാണ്. ആ 100 വർഷം ആ വൃക്ഷത്തിന്റെ തണലിലൂടെ അവൻ യാത്ര ചെയ്യുകയാണ്. വലാ യഖ്തഉഹാ, ആ മരത്തെ അവൻ മുറിച്ചു കടക്കൂല. എന്നിട്ട് പണ്ഡിതന്മാര് പറയാണ്, സുബ്ഹാനല്ലാഹ്, സ്വർഗത്തിലുള്ള അനുഗ്രഹങ്ങൾ എന്തെല്ലാമാണ്. വഫിൽ ജന്നതി മാലാ ഐനുൻ റഅത്, നിങ്ങളെ കണ്ണുകൊണ്ട് ഇന്നേ വരെ കാണാത്ത സൗകര്യങ്ങളും അനുഭൂതികളും, അതുപോലെ തന്നെ വലാ ഉദുനുൻ സമിഅത്, ഇന്നേ വരെ നിങ്ങളുടെ ചെവികളെ കൊണ്ട് നിങ്ങൾ കേൾക്കാത്തത് സ്വർഗത്തിലുണ്ട്. വലാ ഖതറ അലാ ഖൽബി ബശരി, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഊഹിക്കാൻ പോലും കഴിയാത്ത പലതും സ്വർഗത്തിലുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുനി. സ്വർഗത്തെ കുറിച്ച് എത്ര സംസാരിച്ചാലും, സ്വർഗത്തെ കുറിച്ച് എത്ര കേട്ടാലും അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയൂല, മനസ്സിലാക്കാൻ കഴിയൂല. അത്രയും ജനങ്ങളെ കൺകുളിർമയാക്കുന്നതാണ് സ്വർഗത്തിലുള്ളത് കേട്ടോ. ആ സ്വർഗത്തിലെത്തണം എന്ന് ഓരോ സത്യവിശ്വാസിയും കൊതിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. പിന്നെ സ്വർഗത്തിലുള്ളത് എന്താണ്? സ്വർഗത്തിലുള്ളത് ഹൂറുൽ ഹിസാനാണ്, തരുണീമണികളാണ്, സുന്ദരികളായ പെൺകുട്ടികൾ. അവരാണ് അല്ലാഹു തആല സ്വർഗത്തിൽ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ളത്. എന്താണ് അവരുടെ പ്രത്യേകത? അവരുടെ പ്രത്യേകത വല്ലാത്ത പ്രത്യേകതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുലിഖത് മിൻ അർബഅതി അഷ്യാ. ആ സ്വർഗത്തെ ഹൂറുൽ ഹിസാനിനെ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത് 4 വസ്തുക്കളിൽ നിന്നാണ്. ഒന്ന് മിനൽ മിസ്കി, മിസ്ക് ഉപയോഗിച്ചിട്ടാണ് സ്വർഗത്തിലെ ഹൂറുൽ ഹിസാനിനെ അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. വൽ അംബരി, രണ്ടാമത്തത് അംബർ ഉപയോഗിച്ചിട്ടാണ് സ്വർഗത്തിലെ ഹൂറുൽ ഹിസാനിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. വൽ കാഫൂർ, കർപ്പൂരം ഉപയോഗിച്ചിട്ടാണ് സ്വർഗത്തിലെ ഹൂറുൽ ഹിസാനിനെ അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. നാലാമതായി കുങ്കുമം ഉപയോഗിച്ചിട്ടാണ് അല്ലാഹു തആല സ്വർഗത്തിലുള്ള ഹൂറുൽ ഹിസാനിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പൊ ഒന്ന് മിസ്ക്, മറ്റൊന്ന് അംബർ, വേറെയൊന്ന് കാഫൂർ കർപ്പൂരം, പിന്നൊന്ന് സഅഫറാൻ കുങ്കുമമാണ്. ഈ 4 വിഭവങ്ങളിൽ നിന്നാണ് സ്വർഗത്തിലെ തരുണീമണികളായ ഹൂറുൽ ഹിസാനിനെ അല്ലാഹു തആല സൃഷ്ടിച്ചത് കേട്ടോ. അതുകൊണ്ടല്ലേ ജിബ്രീല് പോലും അമ്പരന്നിട്ടുണ്ട്, അവർക്കുള്ള മുമ്പല്ലിന്റെ ലങ്കല് കണ്ട്.
അവരുടെ മുമ്പല്ലിന്റെ ലംഘല് കണ്ടപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം, മലക്കുകളെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട മലക്കാണല്ലോ ജിബ്രീൽ അലൈഹിസ്സലാം, ആ ജിബ്രീൽ അലൈഹിസ്സലാം പോലും അമ്പരന്നിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾ നോക്കൂ, സുബ്ഹാനല്ലാഹ്, ആ സ്വർഗത്തിലുള്ള വൃക്ഷങ്ങളെ പറഞ്ഞ കൂട്ടത്തിൽ പറയുകയാണ്, ആ സ്വർഗത്തിലെ മരങ്ങളോ, സ്വർഗത്തിലെ മരം, സ്വർഗത്തിലെ പഴം കായ്ക്കുന്ന വൃക്ഷങ്ങളുടെ പ്രത്യേകത എന്താണ്? അത് നിന്ന നൃത്തത്തിൽ തന്നെ പഴം എടുത്തു തിന്നാൻ പറ്റിയ വൃക്ഷവുമുണ്ട്, കിടന്ന കിടത്തത്തിൽ തന്നെ എടുത്തു തിന്നാൻ പറ്റിയ വൃക്ഷമുണ്ട്, ഇരുന്ന ഇരുത്തത്തിൽ തന്നെ എടുത്തു തിന്നാൻ പറ്റിയ വൃക്ഷങ്ങളുണ്ട്. അപ്പൊ വലിയ നീളമുള്ള വൃക്ഷവുമുണ്ട്, ഒരൽപ്പം താഴ്ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വൃക്ഷങ്ങളുമുണ്ട്. ഏത് രൂപത്തിൽ വേണമെങ്കിലും പഴങ്ങളെ തിന്നാൻ പറ്റും, ഒരു പ്രയാസവുമില്ല. പിന്നെ സ്വർഗത്തിലെ പ്രത്യേകത എന്താണ്? ദുനിയാവിനെ പോലെയല്ല സ്വർഗം. ദുനിയാവിന്റെ പ്രത്യേകത എന്താണ്? ഓരോ ദിവസം കൂടുന്തോറും അതാ മനുഷ്യന് ആയുസ് കൂടിക്കൂടി പോവുകയാണ്. ഓരോ ദിവസം കൂടുന്തോറും മനുഷ്യന്റെ ആയുസ് ഒരർത്ഥത്തിൽ കൂടുന്നു, വേറൊരർത്ഥത്തിൽ കുറയുന്നു. എന്തേ കാരണം? അത് ദുനിയാവിന്റെ ശൈലി അങ്ങനെയാണ്, ദുനിയാവിന്റെ ശൈലി അങ്ങനെയാണ്. അതുപോലെ തന്നെ മനുഷ്യന്റെ സൗന്ദര്യം അതാ അത് ചുരുങ്ങി ചുരുങ്ങി പോകുന്നു, ആരോഗ്യം ചുരുങ്ങിപ്പോകുന്നു. അതേ സമയത്ത് സ്വർഗത്തിലെത്തിയാലോ, ആ സ്വർഗത്തിലെത്തിയാൽ ഇന്ന അഹ്ലൽ ജന്ന, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്ന അഹ്ലൽ ജന്ന, സ്വർഗക്കാരുണ്ടല്ലോ, ലയസ്ദാദൂന ജമാലൻ വഹുസ്നാ, ആ സ്വർഗക്കാരുടെ ഭംഗി കൂടിക്കൂടി പോവുകയാണ്, സൗന്ദര്യം വർദ്ധിക്കുകയാണ്. ഏതുപോലെ കമായസ്ദാദൂന ഫിദ്ദുനിയാ ഹറമാ, ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ വാർദ്ധക്യം കൂടിക്കൂടി പോകുന്നത് പോലെ സ്വർഗത്തിലുള്ള ജനങ്ങളുടെ സൗന്ദര്യവും ഭംഗിയും ചൊരുക്കുമെല്ലാം ഓരോ നാളിൽ വർദ്ധിക്കുകയാണ്, കൂടിപ്പോവുകയാണ്. ഈ എല്ലാ അനുഭൂതികളും സ്വർഗത്തിൽ നേടിയെടുക്കുന്ന ഒരു സ്വർഗാവകാശി, അവന് എല്ലാം കിട്ടിയതിന് ശേഷം ഒന്ന് കിട്ടാനുണ്ട്. അത് വല്ലാതെ മോഹിച്ചതായിരുന്നു അവൻ അവിടെ. പക്ഷേ ഇതെല്ലാം കിട്ടിയപ്പോൾ
അങ്ങനെ സ്വർഗത്തിലുള്ള അനുഭൂതികൾ മുഴുവനും സ്വർഗാവകാശി അവർക്ക് ലഭിക്കുമ്പോൾ അവസാനം സ്വർഗത്തിൽ കിട്ടേണ്ടുന്ന ഒന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇദാ ദഖല അഹ്ലുൽ ജന്നതി അൽ ജന്ന വ അഹ്ലുൻ നാരി അന്നാർ. സ്വർഗാവകാശികൾ സ്വർഗത്തിലെത്തിയാൽ, നരകാവകാശികൾ നരകത്തിലെത്തിയാൽ, നാദാ മുനാദിൻ, അവിടെ ഒരു ശബ്ദം കേൾക്കും, യാ അഹ്ലൽ ജന്ന, ഓ സ്വർഗക്കാരേ, അല്ലാഹുവിന്റെ അരികിൽ അല്ലാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത ഒന്നുണ്ട്, അതിപ്പോ അല്ലാഹു തആല നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ്. സ്വർഗത്തിലെത്തിയപ്പോൾ എല്ലാം അവർക്ക് കിട്ടി. അപ്പോഴാണ് അവർക്കൊരു ശബ്ദം കേൾക്കുന്നത്, സ്വർഗക്കാരേ, അല്ലാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത ഒന്നുണ്ട്, വേറെ എല്ലാം നിങ്ങൾക്ക് ഇവിടെ കിട്ടിയല്ലോ, ഇനി കിട്ടേണ്ടുന്ന വേറെയൊന്നുണ്ട്, അതാണ് ഇതുവരെ കിട്ടിയതിനേക്കാളൊക്കെ പ്രധാനമായതും അതാണ്, അത് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, അത് അല്ലാഹു തആല ഇപ്പൊ നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. അപ്പൊ സ്വർഗാവകാശികൾ ചോദിക്കുകയാണ്, ഇനി എന്ത് കിട്ടാനാണ്? കാരണം ഒന്ന് പറഞ്ഞിട്ടുള്ളത്, സ്വർഗാവകാശികളുടെ മീസാൻ, തുലാസ്, അത് നല്ല ഭാരമുണ്ടാകുന്നു എന്നാണ്. അത് നമ്മുടെ തുലാസ് ഭാരമുള്ളത് നാം കണ്ടല്ലോ. അതുപോലെ തന്നെ സ്വർഗാവകാശികളുടെ മുഖങ്ങൾ പരലോകത്ത് നല്ല വെളുത്തിരിക്കുമെന്നാണ്. അത് വെളുത്തത് നാം ഇവിടെ കണ്ടല്ലോ. അതുപോലെ തന്നെ ഇനി എന്ത് കിട്ടാനാണ്? നമ്മെ അല്ലാഹു തആല സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു. അല്ലാഹു അത് പ്രവേശിപ്പിച്ചുവല്ലോ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞിരുന്നു. അതും അല്ലാഹു തആല നരകത്തിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തിയല്ലോ. ഇനി ഇവിടെ എന്ത് കിട്ടാനാണ്? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫയുക്ഷഫുൽ ഹിജാബു, അവിടെയുള്ള മറ, ആ മറയങ്ങ് നീക്കപ്പെടുന്നു, വെളിവാക്കപ്പെടുന്നു. ഫയൻദുറൂന ഇലൈഹി, ആ മറയങ്ങ് നീക്കപ്പെട്ടപ്പോൾ അവരെല്ലാവരും അല്ലാഹുവിലേക്ക് നോക്കുന്നു. മുസ്ലിമീങ്ങളെ, ആ റബ്ബിനെ വിശ്വസിച്ച് ഇബാദത്ത് ചെയ്യാൻ തുടങ്ങിയിട്ട് കാലമെത്രയായി? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ആ റബ്ബിന്റെ പേര് കേട്ടപ്പോൾ ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കൂ, നമ്മുടെ സംസാരം നിർത്തിയല്ലോ. ഇവിടെ പറയുന്നത് റബ്ബിന്റെ ദീനിന്റെ കാര്യമാണെങ്കിലും, ഓതുന്നത് ഖുർആനാണെങ്കിലും, പറയുന്നത് ഹദീസാണെങ്കിലും, ബാങ്ക് കൊടുക്കുമ്പോ മിണ്ടിപ്പോകരുത്, എല്ലാം നിർത്തൽ ചെയ്യണം കേട്ടോ. അത് ബാങ്കിനോടുള്ള ബഹുമാനമാണ് കേട്ടോ, അല്ലാഹുവിനോടുള്ള ആദരവാണ് കേട്ടോ. ആ റബ്ബിന്റെ പേരിനെ ബഹുമാനിച്ചു, റബ്ബിന്റെ പേര് ഉച്ചരിച്ചു, പേര് കേട്ടു, എത്ര കാലമായി? പക്ഷേ അല്ലാഹുവിന് വേണ്ടി നിസ്കരിച്ചു, എത്ര കാലമായി? അല്ലാഹു നമ്മുടെ ഇബാദത്തൊക്കെ കബൂൽ ചെയ്യുമാറാവട്ടെ. പക്ഷേ ആ റബ്ബിനെ ഇന്നേ വരെ കണ്ടിട്ടില്ല. കാണാത്ത റബ്ബിനെ നാം ഇബാദത്ത് ചെയ്തിരിക്കുകയാണ്. അതേസമയം സ്വർഗത്തിലെത്തിയാൽ എല്ലാം കിട്ടിയിട്ട് അവസാനം കിട്ടേണ്ട ഒന്നുണ്ട്. ആ മറയങ്ങ് വെളിവാക്കപ്പെടുമ്പോ ഫയൻദുറൂന ഇലൈഹി, സ്വർഗാവകാശികൾ അല്ലാഹുവിലേക്ക് നോക്കുകയാണ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, സാധുക്കളായ നമുക്ക് നിന്നെ കാണാൻ വല്ലാത്ത മോഹമുണ്ട്, സാധിപ്പിച്ചു തരണേ അല്ലാഹ്. അല്ലാഹുവിലേക്ക് അവരിങ്ങനെ നോക്കുന്നു. സുബ്ഹാനല്ലാഹ്, അവർ അല്ലാഹുവിലേക്ക് നോക്കുമ്പോൾ അവരെല്ലാം പറയാണ്, നമുക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും ഇഷ്ടമുള്ളത് ലിഖാഉല്ലാഹ്, അല്ലാഹുവിനെ കാണലാണ്. അതിവിടെ കണ്ടല്ലോ, അതാണ് നമുക്ക് കിട്ടിയതിൽ ഏറ്റവും വലുത്.
സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ തങ്ങളടുത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വരികയാണ്. ബിമിർആത്തിൻ, അതിനെന്താ പറയാ ഇവിടെ, എനിക്ക് കൺഫ്യൂഷൻ ആവും അത് പറയാൻ. നമ്മളിങ്ങനെ നോക്കൂലേ, മുഖം നോക്കൂലേ, എന്താ പറയാ, കണ്ണാടി. നമ്മളിവിടെ കണ്ണാട്ടി എന്ന് പറയും. അപ്പൊ ഇതിനെന്താ പറയാ, കന്നഡ. അത് എന്റെ ഭാഷന്റെ പേരാ, കന്നഡ. കർണാടകയിലെ ഭാഷന്റെ പേരാണ് കന്നഡ. ഇവിടെ കന്നഡ എന്ന് പറഞ്ഞ ഇതാ, കന്നഡ ഭാഷ വേറുണ്ട്. അപ്പൊ കണ്ണാടി, കണ്ണാട്ടി എന്ന് പറയും. വേറെ വ്യത്യാസം ഒന്നുമില്ലല്ലോ, ഒന്ന് ഡി ആണ്, മറ്റൊന്ന് ടി എന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്നത് അതുകൊണ്ട് അത് ആദ്യം ക്ലിയർ ചെയ്തിട്ട് മതി പറയാമെന്ന് കരുതിയിട്ടാണ്. ഇപ്പൊ ക്ലിപ്പിന്റെ കാലായത് കൊണ്ടാ, വേറൊന്നും ഉണ്ടായിട്ടല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നു. ഒരു കണ്ണാടിയുമായിട്ടാ വരുന്നത്. നല്ല വെളുത്ത കണ്ണാടിയാണ്, വൈറ്റ് കണ്ണാടിയാണ്. ആ വെളുത്ത കണ്ണാടിയിലോ ഫീഹാ നുക്തത്തുൻ സൗദാ, ഒരു ബ്ലാക്ക് ഡോട്ട് അതിൽ ഉണ്ട്, ഒരു കറുത്ത പുള്ളി അതിലുണ്ട്. വെളുത്ത കണ്ണാടിയാണ്, കറുത്ത ഡോട്ട് അതിലുണ്ട്. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, യാ ജിബ്രീൽ, അല്ല ജിബ്രീൽ അലൈഹിസ്സലാം, മാ ഹാദിഹിൽ മിർആത്തുൽ ബൈളാ, ഏതാണ് ഈ വെളുത്ത കണ്ണാടി? ഖാല, അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, നബിയേ, ഈ വെളുത്ത കണ്ണാടി എന്ന് പറഞ്ഞാൽ ഹാദിഹി അൽ ജുമുഅ, അത് ജുമുഅയാണ് നബിയേ. ആഴ്ചയിൽ ഒരു ദിവസം ജുമുഅ ദിവസമാണ്. ഏറ്റവും നല്ല മഹത്വമുള്ള ദിവസമാണ് ജുമുഅ. ആഴ്ചയുടെ ദിവസങ്ങളിൽ ഏറ്റവും ഖൈറായ ദിവസം വെള്ളിയാഴ്ചയാണ്. ഖൈറു യൗമിൻ തലഅത് ഫീഹി ശംസു യൗമുൽ ജുമുഅ, സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ഉത്തമമായ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയേ, ഈ വെളുത്ത കണ്ണാടി അത് ജുമുഅയാണ് നബിയേ. അപ്പൊ ചോദിച്ചു, അപ്പൊ പിന്നെ ഈ കറുത്ത പുള്ളിയോ, കറുത്ത ഡോട്ടോ? പറഞ്ഞു, നബിയേ, അസ്സാഅത്തുല്ലതി തഖൂമു ഫിൽ ജുമുഅ, ആ ജുമുഅ ദിവസത്തിൽ ഒരു പ്രത്യേകമായ സമയമുണ്ടല്ലോ. ഏത് സമയം? അല്ലാഹുവിനോട് എന്ത് ചോദിച്ചാലും അല്ലാഹ് തരും എന്നുള്ള സമയം. എന്തിൽ നിന്ന് കാവൽ ചോദിച്ചാലും അല്ലാഹു കാവൽ നൽകുന്ന ഒരു സമയം. ആ സമയമാണ് നബിയെ ഈ കറുത്ത പുള്ളി. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, വഹിയ ഇൻദനാ യൗമൽ മസീദ്, ആ സമയം നമ്മുടെ അരികിൽ അതൊരു യൗമുൽ മസീദ് എന്ന സമയമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അല്ല, ഈ യൗമുൽ മസീദ് എന്ന് പറഞ്ഞാൽ എന്താണ് ജിബ്രീൽ അലൈഹിസ്സലാം? അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയമാണെന്ന് പറഞ്ഞല്ലോ. അത് ജുമുഅ ദിവസത്ത് ഏത് സമയമാണെന്ന് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും അതാ വെള്ളിയാഴ്ച ജുമുഅക്ക് ഖുതുബക്ക് മിമ്പറിൽ കയറിയതിന് ശേഷം ഉള്ള ഒരു പ്രത്യേകമായ സമയമാണെന്നും പറഞ്ഞവരുണ്ട്, വേറെ സമയമാണെന്നും പറഞ്ഞവരുണ്ട്. ഏതായാലും ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, ആ യൗമുൽ മസീദ് എന്ന് പറഞ്ഞ സമയം അതാ ആഖിറത്തിൽ വലിയ സമയമാണ് കേട്ടോ. കാരണം സ്വർഗത്തിൽ ഒരു അരുവിയുണ്ട്, അവിടെ കസ്തൂരിയാലുള്ള ഒരു വലിയ സംരംഭം അവിടെയുണ്ട്. വെള്ളിയാഴ്ച ദിവസമായാൽ അമ്പിയാക്കൾ അവിടെ വരും, സ്വാലിഹീങ്ങൾ അവിടെ വരും, സിദ്ദീഖീങ്ങൾ അവിടെ വരും, ശുഹദാക്കൾ അവിടെ വരും, മഹാന്മാർ അവർ വരും. അവരെല്ലാം റബ്ബിന് വേണ്ടി അവിടെ ഒരുമിച്ച് കൂടുകയാണ്, റബ്ബിനെ സ്തുതിക്കുകയാണ്, റബ്ബിനെ പുകഴ്ത്തുകയാണ്. അപ്പൊ റബ്ബ് അവരോട് പറയും, നിങ്ങൾ ചോദിച്ചോളൂ. അപ്പൊ അല്ലാഹു തആലയോട് അവർ പറയും, നസ്അലുക റിളാ, റബ്ബേ, നമുക്ക് വേണ്ടത് നിന്റെ പൊരുത്തമാണ്, നിന്റെ തൃപ്തിയാണ്. അപ്പൊ അല്ലാഹു തആല പറയും, ഖദ് റളീതു അൻകും റിളാ, തീർച്ചയായും ഞാൻ നിങ്ങളെ തൊട്ട് തൃപ്തിപ്പെട്ടിരിക്കുന്നു.
എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ് ഫയതജല്ലാ ലഹു, അപ്പ അവർക്ക് മുന്നിൽ അല്ലാഹനെ അവർ കാണുകയാണ്. ദുനിയാവിൽ ജുമഅയുടെ ദിവസം അതേ ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയമെന്ന് പറഞ്ഞില്ലേ, അത് അവിടെ അല്ലാഹനെ കാണുന്ന സമയമാണ് കേട്ടോ. അമ്പിയാക്കളും ഔലിയാക്കളും സിദ്ദീഖീങ്ങളും ശുഹദാക്കളും എല്ലാരും ചേർന്ന് അതാ സ്വർഗത്തിൽ അല്ലാഹനെ കാണുന്ന സമയമാണ് കേട്ടോ. അത് ജുമുഅ ദിവസത്തെ ദുനിയാവിൽ എന്ത് ചോദിച്ചാലും ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ് കേട്ടോ. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, അത്രയും അവർക്ക് ഇഷ്ടമുള്ളൊരു സമയം വേറെ ഇല്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ അല്ലാഹനെ അവിടെ കാണുന്ന സമയമാണ് ഇവിടെ വെള്ളിയാഴ്ച ജുമഅയുടെ ദിവസത്തെ ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയം. ഇത് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ആ സ്വർഗത്തിലെത്തിയാൽ എല്ലാവരുടെയും വയസ്സ് ഒന്നാണ്. ഇവിടെ പ്രായമുള്ളവരുണ്ട്, പ്രായം കുറഞ്ഞവരുണ്ട്, യുവാക്കളുണ്ട്, യുവതികളുണ്ട്, അതുപോലെ തന്നെ ചെറിയ കുട്ടികളുണ്ട്. സ്വർഗത്തിലെത്തിയാൽ എല്ലാവരുടെയും വയസ്സ് 33. അതിന്റെ അപ്പുറം പോവില്ല, ഇപ്പുറം കുറയൂല. അപ്പൊ ഓരോരുത്തരും സങ്കല്പിക്കുക, 33 വയസ്സാവുമ്പോ എങ്ങനെ ഉണ്ടാവും? അല്ലാ, ഒന്ന് റിവൈൻഡ് ചെയ്താൽ മതി, കുറച്ച് അല്ലെങ്കിൽ ഒന്ന് ഫോർവേഡ് ചെയ്താൽ മതി. 33 ആകാത്തവർ, ആ 33 സുബ്ഹാന ജല്ല ജലാലു. പ്രായമുള്ള ഉമ്മമാരും പ്രായമുള്ളവരും എല്ലാവരും സ്വർഗത്തിലെത്തുമ്പോ 33 വയസ്സാണ്. സുബ്ഹാനല്ലാഹ്. ആ 33 വയസ്സ് അതാണ് സ്വർഗത്തിലെത്തുമ്പോൾ ഉണ്ടാവുക. സ്വർഗത്തിലെത്തിയാൽ അവരുടെ നീളം എത്രയാണ്? വൽ ഖാമതു 60 ദിറാ, 60 മുളമാണ്. ഇവിടെ ചിലപ്പോ നല്ല ഹൈറ്റ് ഉള്ളവരുണ്ടാകും, ഹൈറ്റ് കുറഞ്ഞവരുണ്ടാകും. എന്നാൽ സ്വർഗത്തിലെത്തിയാൽ ഒരുത്തൻ ഹൈറ്റ് കൂടുതൽ, പിന്നെ ഒരുത്തൻ ഹൈറ്റ് കുറവ്, അങ്ങനൊന്നും ഇല്ലട്ടോ. അവിടെ എത്തിയാൽ എല്ലാവരും വൽ ഖാമതു 60 ദിറാ, അവിടെ എത്തിയാൽ എല്ലാവരുടെയും ഹൈറ്റ് 60 മുളമാണ് കേട്ടോ. അപ്പൊ 33 വയസ്സും 60 മുളവും. എന്നിട്ടോ സുബ്ഹാനല്ലാഹ്, നല്ല യുവാക്കളാണ് കേട്ടോ, പ്രായമില്ല. അതുകൊണ്ടാണ് പ്രായമുള്ളൊരു ഉമ്മ ഹബീബായ തങ്ങളടുത്ത് വന്നിട്ട് ചോദിച്ചു, നബിയെ എനിക്ക് സ്വർഗമുണ്ടോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മാമ്മമാർക്കൊന്നും സ്വർഗല്ല, ഉമ്മാമ്മമാർക്കൊന്നും സ്വർഗല്ല. തങ്ങൾ അങ്ങനെയാ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. ഈ പ്രായമുള്ള ഉമ്മ കരഞ്ഞുപോയി. കരഞ്ഞു പോകണ സമയത്താണ് സ്വഹാബത്തിനെ കണ്ടുമുട്ടി. സ്വഹാബത്ത് ചോദിച്ചു, എന്തിനാ കരയുന്നത്? അപ്പൊ ഈ പ്രായമുള്ള ഉമ്മാമ പറഞ്ഞു, ഹബീബായ തങ്ങൾ പറഞ്ഞു പ്രായമുള്ളവർക്കൊന്നും സ്വർഗല്ലാന്ന്. അപ്പൊ എനിക്ക് സ്വർഗല്ലാന്നാണല്ലോ അതിന്റെ അർത്ഥം. സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് പോയി ചോദിച്ചു, നബിയെ ആ ഉമ്മാമ കരയാണ് തങ്ങൾ പറഞ്ഞിട്ട്. തങ്ങൾ അങ്ങനെ പറഞ്ഞു. ഹബീബായ തങ്ങൾ പറഞ്ഞു, ഞാൻ പറഞ്ഞത് നിങ്ങൾ സ്വർഗത്തിൽ പോകൂലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞാലല്ലേ ഞാൻ പറഞ്ഞിട്ട് കരയിപ്പിച്ച് വരിക. അതേ സമയത്ത് ഞാൻ പറഞ്ഞത് പ്രായമുള്ളവർ സ്വർഗത്തിലെത്തൂല. കാരണം എന്താണ്? കാരണം സ്വർഗത്തിലെത്തുമ്പോ എല്ലാവരും 33 വയസ്സാണ്, അവിടെ പ്രായമുള്ളവരില്ല. അതുകൊണ്ട് ഞാൻ കളവ് പറഞ്ഞതല്ലല്ലോ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ താല്പര്യം വിശദീകരിച്ചു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ സ്വർഗത്തിലെത്തുന്നവരുടെ വയസ്സ് 33. പ്രായമുള്ള ഒരു സ്വഭാവം അവിടെയില്ല. എന്നിട്ട് ആ സ്വർഗത്തിന്റെ പ്രത്യേകത ഇങ്ങനെ പറയുമ്പോൾ ഓരോന്നും ഇങ്ങനെ പറയുകയാണ്. അതാ സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു പറയാണ്, ജാഅ റജുലുൻ മിൻ അഹ്ലിൽ കിതാബി ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വേദഗ്രന്ഥം നൽകപ്പെട്ടവരിൽപ്പെട്ട ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നു. ചോദിച്ചു, നബിയേ തങ്ങൾ പറയുന്നുണ്ടല്ലോ, അന്ന അഹ്ലൽ ജന്നതി യഅകുലൂന വയശ്റബൂൻ, സ്വർഗ്ഗക്കാരെ തിന്നും സ്വർഗ്ഗക്കാരെ കുടിക്കും എന്നൊക്കെ തങ്ങൾ പറയുന്നുണ്ടല്ലോ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ ഞാൻ പറഞ്ഞു സ്വർഗ്ഗക്കാരെ തിന്നുമെന്ന് പറഞ്ഞത് ശരിയാണ്, കുടിക്കുമെന്ന് പറഞ്ഞത് ശരിയാണ്. വല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹുവാണ് സത്യം. ഒരു മനുഷ്യൻ സ്വർഗ്ഗത്തിലെത്തിയാൽ
ആരോഗ്യം എത്രയാണ്, അവന്റെ ശക്തി എത്രയാണ്. അവിടെ പിന്നെ ഒരു ജിമ്മിനും പോയിട്ട് ആരോഗ്യം കൂട്ടേണ്ടതില്ല, ഒരു കരാട്ടക്ക് പോയിട്ട് ആരോഗ്യം കൂട്ടേണ്ടതില്ല, ഒരു കുംഫു ക്ലാസ്സിന് പോയിട്ട് ആരോഗ്യം കൂട്ടേണ്ടതില്ല, ഒരു കളരിപ്പയറ്റ് ക്ലാസ്സിന് പോയിട്ട് ആരോഗ്യം കൂട്ടേണ്ടതില്ല. സ്വർഗത്തിൽ ഒരു മനുഷ്യൻ എത്തിയാൽ അവൻ അല്ലാഹു തആല കൊടുക്കുന്ന ആരോഗ്യം അതേ 100 പേരുടെ കഴിവാണ് ഒരാൾക്ക് അല്ലാഹു തആല കൊടുക്കുക. സ്വർഗത്തിലെത്തുന്ന ഒരാളുടെ കഴിവ് എത്രയാണ്, ശേഷി എത്രയാണ്? 100 ആളുടെ കഴിവ. എന്ത് വിഷയത്തിൽ? ഫിൽ അഖിലി, തീറ്റത്തിന്റെ വിഷയത്തിൽ, തിന്നുന്ന കാര്യത്തിൽ, വശുർബി, കുടിക്കുന്ന കാര്യത്തിൽ. ഇങ്ങനെ തിന്നുന്ന കാര്യത്തിലും കുടിക്കുന്ന കാര്യത്തിലും ഒരാൾക്ക് അല്ലാഹു കൊടുക്കുന്ന കഴിവ് 100 പേരുടെ കഴിവാണ്. അപ്പൊ ഇയാള് ചോദിച്ചു അപ്പൊ കഴിച്ചാൽ, ഭക്ഷണം കഴിച്ചാൽ അപ്പൊ പിന്നെ വിസർജിക്കേണ്ടി വരൂലേ? സ്വർഗത്തിൽ വിസർജിക്കേണ്ടി വരൂലേ? സാധാരണഗതിയിൽ അതൊരു സംശയമാണ്. ഒരു വേദഗ്രന്ഥം നൽകപ്പെട്ട ഒരാൾ വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സുബ്ഹാനല്ലാഹ്, എന്താ പറഞ്ഞേ? ഒരാൾക്ക് 100 ആളുകളുടെ കഴിവാ. എന്ത് വിഷയത്തിൽ? തിന്നുന്ന വിഷയത്തിൽ. അപ്പൊ ഇന്ന് ചില ആളുകൾ വീട്ടിലൊക്കെ വിഭവങ്ങളും ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചാൽ അത് ചിലപ്പോ ആർക്ക് വേണ്ടിയാണോ ഉണ്ടാക്കിയത്? നല്ല തിന്നാൻ പറ്റാത്ത ആളാണെങ്കിൽ പിന്നെ ഉണ്ടാക്കിയിട്ടും കാര്യമില്ല എന്ന് പറയും. സാധാരണഗതിയിൽ ഞാൻ വേദന പോയാൽ എല്ലാ വീട്ടുകാരിൽ നിന്നും ഞാൻ ഒരു വാക്ക് കേൾക്കും. എന്താ? മൊയിലാർ ഒന്നും തിന്നിട്ടില്ല കേട്ടോ, കഴിച്ചിട്ടില്ല എന്ന് പറയാം. കാരണം എനിക്ക് തിന്നുന്ന ഒരു പ്രത്യേക സ്വഭാവം, കൂടുതൽ കഴിക്കാത്ത ഒരു സ്വഭാവം ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് സുബ്ഹാനല്ലാഹ്. പിന്നെ കണ്ണൂർ ജില്ലയും ഈ തലശ്ശേരി പരിസരത്തൊക്കെ വന്നാൽ ഇവിടെ ഉണ്ടാക്കുന്ന, ഇവിടത്തെ ഉമ്മമാരും സഹോദരിമാരും ഉണ്ടാക്കുന്ന വിഭവങ്ങൾ വേറെ എവിടെ ഇല്ല കേട്ടോ, എവിടെ ഇല്ല. പലരും തലശ്ശേരി ബിരിയാണി പോലെയുള്ള ഒരു ബിരിയാണി ഉണ്ടാക്കി നോക്കുക, പക്ഷെ എന്നാലും നോ ഫായിദ ഫീഹി, കോയി ഫായിദ നഹി ഹൈ ഉസ്മേ, അത് നടക്കണില്ല. പലരും ശ്രമിച്ചു നോക്കി പല രൂപത്തിലുള്ള ബിരിയാണി ഉണ്ടാക്കാൻ. എന്തൊക്കെയാ! സുബ്ഹാന ജല്ല ജലാലു. ഞാൻ ഇന്നലെ വയല് കഴിഞ്ഞ ഒരു വീട്ടിൽ പോയി കിടന്നുറങ്ങി. അപ്പൊ എവിടെയും കാണാത്ത ഒരു പ്രത്യേകമായ വിഭവം അവിടെ ഉണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്റെ ഭാര്യനോട് പോയി പറയും, നീ കണ്ണൂർ ജില്ലയിൽ നിന്ന് കുറച്ച് സ്ത്രീകൾ ഇതൊക്കെ പഠിക്കേണ്ടതുണ്ട്. കാരണം ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കും. എന്നിട്ട് ഇന്നലെ ഞാൻ ഒരു വീട്ടിൽ ഭക്ഷണിക്കാൻ താമസിക്കാൻ പോയപ്പോ അവിടുന്ന് കഴിച്ചു ഭക്ഷണം. അപ്പൊ ഒരു പ്രത്യേകമായ ഒരു സാധനം ഉണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ഇത്? അപ്പൊ പറഞ്ഞത് മുട്ട സുർക്കയോ. അങ്ങനൊന്നുണ്ട് ഇവിടെ? ഉണ്ടോ? അതാ മുട്ട സുർക്ക എന്ന് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. ഞാൻ മുട്ടയും കണ്ടിട്ടുണ്ട്, സുർക്കയും കണ്ടിട്ടുണ്ട്, പക്ഷെ രണ്ടും വെവ്വേറെ ആയിട്ടാ. അതേ സമയത്ത് ഇത് രണ്ടും മിക്സ്ഡാ, മുട്ട സുർക്ക എന്നാ പറയാ. ഏതായാലും തിന്നാ നല്ല സന്തോഷം, നല്ല റാഹത്താ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സുബ്ഹാനല്ലാഹ്, നാളെ ഞാൻ ഒരു സ്ഥലത്ത് CM സെന്റർ, മടവൂർ CM സെന്റർ വാള് കഴിഞ്ഞു. എന്നിട്ട് ഞാനതാ മലപ്പുറം ജില്ലയിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരിടത്ത് ഇങ്ങനെ വെള്ളം കുടിക്കാൻ വേണ്ടി ഡ്രൈവറിനോട് നിർത്താൻ പറഞ്ഞു. അവിടെ നിർത്തി നോക്കുമ്പോ അതൊരു ഹോട്ടലാണ്, പുറത്തിങ്ങനെ ഒരു റെസ്റ്റോറന്റ് ആണ്. പുറത്തിങ്ങനെ എഴുതി വെച്ചത് കാണാം, മജ്ബൂസ് എവിടെയുണ്ട്, ബിരിയാണി എവിടെയുണ്ട്, ഗീ റൈസ് എവിടെയുണ്ട്, കബ്സ എവിടെയുണ്ട്. എന്നിട്ട് എഴുതി വെച്ചത് കാണാം ബുഖാരി. സുബ്ഹാനല്ലാഹ്, സ്വഹീഹുൽ ബുഖാരിയെ നമുക്കറിയാം. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഹദീസിന്റെ കിതാബിന്റെ പേരും ഭക്ഷണത്തിന് വെച്ചിരിക്കുകയാണ്. എന്താ ഇതിന്റെ കാര്യം? ഇരിക്കട്ടെ, ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. സ്വർഗത്തിലെത്തിയാൽ ഉറക്ക തൂങ്ങാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഈ ചെറിയ തമാശ പറഞ്ഞത്. ശ്രദ്ധിക്കണേ, സ്വർഗത്തിലെത്തിയാൽ തിന്നുന്ന വിഷയത്തിലും കുടിക്കുന്ന വിഷയത്തിലും ഒരാൾക്കുള്ള കഴിവ് 100 പേരുടെ ശേഷിയാ. റഹ്മത്തുൽ ലിൽ ആലമീന മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ പിന്നെ ഈ ജാതി തിന്നുന്നതാണ് സ്വർഗത്തിലെങ്കിൽ സ്വാഭാവികമായും ഈ ചോദ്യം വരൂലേ? അല്ല, കഴിച്ചതൊക്കെ എങ്ങോട്ടാ പോവാന്ന് പറഞ്ഞിട്ട്. പണ്ടൊരുത്ത മനസ്സിലാക്കിയത് ഫ്ലൈറ്റിൽ കയറിയാൽ ട്രെയിന് പോലെയാണ്. ഫ്ലൈറ്റിൽ കയറിയിട്ട് ഭക്ഷണം കഴിച്ചാൽ എന്നിട്ട് ഓനിങ്ങനെ വാഷ്റൂമിലും ടോയ്ലറ്റിലും പോയാൽ ഇത് എങ്ങോട്ടേക്കാ പോവാ എന്നും പറഞ്ഞിട്ട് വല്ലാത്ത സംശയ. ട്രെയിനിലാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് റേച്ചെടുക്കാൻ കഴിയും, ഫ്ലൈറ്റിലാണെങ്കിൽ എങ്ങനെയാ? അതേ സമയത്ത് പിന്നീട് മനസ്സിലാണത് പലരും തെറ്റിദ്ധരിച്ചതാ അതിങ്ങനെ താഴോട്ട് പോവാണ്. അങ്ങനൊന്നും ഇല്ല കേട്ടോ, അതിന് വേറെ തന്നെ ഒരു സ്ഥലമുണ്ട്. പിന്നീടാണ് അതൊക്കെ അൺലോഡ് ചെയ്യാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ഈ ചോദ്യം, ഈ ഒരു ഡൗട്ട്, ഈ ഒരു സംശയം അത് സ്വാഭാവികമാണ്. അപ്പൊ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതേ, അത്
വിയർപ്പായിട്ടാ പോകുന്നത്, വിസർജ്യ വസ്തുക്കളായിട്ടല്ല, വിയർപ്പായിട്ടാ പോകുന്നത്. അപ്പൊ ഉസ്താദേ സ്വർഗത്തിൽ വിയർപ്പുണ്ടോ? വിയർപ്പുണ്ട്, പക്ഷേ റീഹുഹാ റീഹുൽ മിസ്കി, സ്വർഗത്തിലെ വിയർപ്പിന്റെ വാസന മണം കസ്തൂരിയുടെ മനമാണെന്ന് ഖാല റസൂലുള്ളാഹ്. കസ്തൂരിന്റെ മണാണെങ്കിൽ പിന്നെന്താ പ്രശ്നോ? എന്താ കുഴപ്പോ? ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട. അപ്പൊ സ്വർഗത്തിലെ ഓരോ അനുഭൂതികളും സ്വർഗത്തിലെ ഓരോ അനുഗ്രഹങ്ങളും ഓരോന്നായി ഇങ്ങനെ പറയുന്നു. സുബ്ഹാന ജല്ല ജലാലുഹു. ഇനി ഞാൻ പറയട്ടെ, ഈ സ്വർഗം നമുക്ക് കിട്ടാൻ എന്ത് ചെയ്യണം? ഈ സ്വർഗം നമുക്ക് കിട്ടാൻ എന്ത് ചെയ്യണം? അതാണ് വിഷയം. അതിന് കുറച്ചു നേരെ പറയാൻ സമയമുള്ളൂ. അപ്പോഴേക്ക് ശൈഖുനാ ഉസ്താദ് അവറുകൾ നമ്മുടെ വേദിയിലെത്തും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ സ്വർഗം ഇതാണല്ലോ കൊതിപ്പിക്കുന്ന സ്വർഗം. ഇതിപ്പോ ഇങ്ങനെ പറയുമ്പോഴും കേൾക്കുമ്പോഴും യാ അല്ലാഹ്, ഒന്ന് സ്വർഗത്തിൽ എത്തിക്കിട്ടിയാൽ എന്തൊരു സന്തോഷമായിരുന്നു. ആ സ്വർഗത്തിൽ എത്തണമെങ്കിൽ ഒരൊറ്റ തടസ്സമേ ഉള്ളൂ, വേറൊന്നുമില്ല. അതൊന്നും കിട്ടിയാൽ മതി, അപ്പോഴേക്ക് സ്വർഗത്തിൽ എത്താൻ കഴിയും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സ്വർഗത്തിൽ എത്താൻ തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹ് നമുക്കൊക്കെ ദീർഘായുസ്സ് തരട്ടെ. കാരണം സ്വർഗത്തിൽ എത്താനുള്ള ആകെ ഉള്ള ഒരു തടസ്സം അൽ മൗത്ത്, മരണമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി. മരിച്ചു കിട്ടുക എന്നേ ഉള്ളൂ. അതിനിപ്പോ റബ്ബേ ഞങ്ങളൊക്കെ നീ മരിപ്പിക്കണേ റബ്ബേ ആരും ദ്വാർക്കൂലെന്ന് പറയാ. ദ്വാരത്ത് കിട്ടൂ, ദ്വാർക്കും വേണ്ട. എന്തേ സമയം മരിക്കാൻ വേണ്ടി ആരും ദ്വാ ചെയ്യാൻ പാടില്ല. ചില ആളുകൾ പറയും, ഉസ്താദെ ഒന്ന് മരിച്ചു കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം ഉസ്താദെ എന്ന് പറയും. അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. ഒന്ന് മരിച്ചു കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം, അങ്ങനെ പറയാൻ പാടില്ല. പുരുഷന്മാരായാലും സ്ത്രീകളായാലും അങ്ങനെ പറയാൻ പാടില്ല. അല്ലാഹുവേ എന്നൊന്ന് വേഗം നീ കൊണ്ടുപോയിക്കോ, പറയാൻ പാടില്ല. ഇനി അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ? അള്ളാഹിനോട് ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. അങ്ങനെ ചോദിച്ചാൽ മതി. എന്താ? അല്ലാഹുവേ ഇൻകാനത്തിൽ ഹയാത്തു ഖൈറൻ ലീ ഫഅഹീനി വഇൻകാനത്തിൽ മമാതു ഖൈറൻ ലീ ഫഅമിത്നി ഫതവഫനി. അല്ലാഹുവേ ജീവിതമാണ് എനിക്ക് ഖൈറെങ്കിൽ എനിക്ക് നീ ജീവൻ നൽകണേ അല്ലാഹ്, എന്നെ ജീവിപ്പിക്കണേ അല്ലാഹ്. അതല്ല മരണമാണ് എനിക്ക് ഗുണം ഖൈർ എങ്കിൽ നീ എന്നെ ഈമാനോട് കൂടെ മരിപ്പിക്കണേ അല്ലാഹ് എന്നല്ലാതെ റബ്ബേ എന്നെ നീ ഒന്ന് ഇവിടുന്ന് കൊണ്ടുപോയിക്കോ റബ്ബേ ചോദിക്കാൻ പാടില്ല. സുഹൃത്തുക്കളെ ഇരിക്കട്ടെ. അപ്പൊ ഈ കൊതിപ്പിക്കുന്ന സ്വർഗം, ഈ സ്വർഗത്തിൽ എത്തണമെങ്കിൽ എന്ത് വേണം ചെയ്യാൻ? ഒരു 5 വഴികളുണ്ട്. ഈ സ്വർഗം കിട്ടാൻ 5 വഴികളുണ്ട്. ആ 5 വഴികൾ മനുഷ്യൻ വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിച്ചാൽ മനുഷ്യന് ഈ സ്വർഗം കിട്ടും. അതിൽ ഈമാനുള്ളവരോട് പറയാണ്, ഒന്നാമത്തെ വഴി എന്താണ്? അവൻ അതാ അയ്യംനഅ നഫ്സഹു മിൻ ജമീഇൽ മആസി. ഉമ്മമാരെ, സഹോദരിമാരെ, എല്ലാ തെറ്റുകളിൽ നിന്നും അവൻ മാറി നിൽക്കണം കേട്ടോ. വെറുതെ അങ്ങ് സ്വർഗം കിട്ടുമെന്ന് ഒരാളും കരുതി പോകണ്ട. സ്വർഗം കിട്ടണമെങ്കിൽ 5 വഴികൾ ശ്രദ്ധിക്കണം. അതിൽ ഒന്നാമത്തെ വഴിയാണ് അയ്യംനഅ നഫ്സഹു മിൻ ജമീഇൽ മആസി. എല്ലാ പാപങ്ങളിൽ നിന്ന് അവൻ മാറി നിൽക്കണം, എല്ലാ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കണം. ചെറുപ്പക്കാരാ, 5 നേരം അല്ലാഹു തആല നിർബന്ധമാക്കിയ നിസ്കാരം ഒരിക്കലും കൈവിട്ടു പോകരുത്. ഒരു നേരത്തെ നിസ്കാരവും ഖളാ ചെയ്യരുത്. പലപ്പോഴും സുബ്ഹി നിസ്കാരം ഖളാ ആയി പോകാറുണ്ട്. ഖളാ ചെയ്യരുത്. ഒരു ഹറാമിലും പെട്ടുപോകരുത്. അക്രമപരമായി മറ്റൊരുത്തന്റെ ഒരു വസ്തു പോലും നീ കൈവശപ്പെടുത്തരുത്. ഒരാളെയും ആക്രമിക്കരുത്, ഒരാളെയും വേദനിപ്പിക്കരുത്. ഒരു ഹറാമായ പ്രവർത്തനത്തിലും അകപ്പെട്ടു പോകരുത്. ഹറാമായതൊന്നും സമ്പാദിക്കരുത്, ഹറാമായത് കേട്ടുപോകരുത്. സുബ്ഹാനല്ലാഹ്, കൈവെള്ളയിലെ മൊബൈൽ ഫോണിലൂടെ മ്യൂസിക്കിന്റെ പാട്ട് കേട്ട് രസിക്കുന്നൊരു സ്വഭാവം ഉണ്ടായിക്കൂടാ. ചില ആളുകളില്ലയോ, കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അതാ അവരിങ്ങനെ മ്യൂസിക് പാട്ട് കേൾക്കുകയാണ്. ചെവിയിൽ ഇയർഫോണും കുത്തിവെച്ച് FM തുറന്ന് ഹറാമായ പാട്ട് കേട്ട് രസിക്കുകയാണ്. സ്വർഗത്തിലെ പാട്ട് കേൾക്കണമെന്ന മോഹമില്ലയോ? ഹറാമായ മ്യൂസിക്കിന്റെ പാട്ട് കേട്ട് രസിക്കുന്ന ചെറുപ്പക്കാരാ, ഹറാമായ
മധുരമായ പാട്ട് കേട്ട് രസിക്കുന്ന സഹോദരിമാരെ, സ്വർഗത്തിലെത്താൻ സാധ്യമല്ല. അശ്ലീല ദൃശ്യങ്ങൾ നോക്കി രസിക്കണ്ട. അന്യ പെണ്ണിനോട് അവിഹിത ബന്ധം വേണ്ട. അന്യ പുരുഷനോട് അവിഹിത ബന്ധം വേണ്ട. ഓ സഹോദരി, നിന്റെ ഫോട്ടോ ഒരു ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്യണ്ട. ഓ ചെറുപ്പക്കാരാ, വിവരമില്ലാതെ ഏതോ ഒരു പെൺകുട്ടി ഫേസ്ബുക്കിൽ അതേ ഫോട്ടോ അപ്ലോഡ് ചെയ്താൽ നീ അതിനൊരു കമന്റ് ഇടണ്ട. ചില ചെറുപ്പക്കാര് പല കമന്റുകളും ഇടാറുണ്ടല്ലോ, നീ കമന്റ് അടിക്കണ്ട. സുബ്ഹാനല്ലാഹ്, ഈ പരിസരത്തില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. എന്നാലും നമ്മുടെ പരിപാടി ലൈവായി എല്ലാവരും കാണുന്നുണ്ടല്ലോ, വീക്ഷിക്കുന്നുണ്ടല്ലോ എന്ന് വിശാലമായി ചിന്തിച്ചുകൊണ്ട് സാന്ദർഭികമായി ഞാൻ ഒരു കാര്യം പറയട്ടെ, പറയാതിരിക്കാൻ കഴിയില്ല. ഇപ്പോഴത്തെ ന്യൂ ജനറേഷനിൽപ്പെട്ട ചില പെൺകുട്ടികളുണ്ടല്ലോ, യുവതികളുണ്ടല്ലോ, കൗമാര പ്രായക്കാരികളുണ്ടല്ലോ, അവർക്കൊരു സ്വഭാവമുണ്ട്. കുറച്ചു കാലം മുമ്പൊന്നുണ്ടായിരുന്നു, അതിന്റെ പേരാണ് ഡബ്മാഷ് എന്നത്. സുബ്ഹാന ജല്ല ജലാലുഹു. എന്താണ് ഈ ഡബ്മാഷ് എന്ന് പറഞ്ഞാൽ? ചിലപ്പോ പ്രായമുള്ള ഉപ്പമാർക്ക് ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല, ഉമ്മമാർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതേ സമയത്ത് ഞാൻ കൗമാര പ്രായക്കാരികളോടും യുവതികളോടും പറയുകയാണ്, ഏതോ ഒരു സിനിമയിൽ ഒരു നടനോ ഒരു നടിയോ അഭിനയിച്ചതുപോലെ അവരുടെ അഭിനയം കാണിക്കുകയാണ്. അവരുടെ ശബ്ദത്തിലൂടെ നിങ്ങൾ അവരുടെ അഭിനയം കാണിക്കുകയാണ്. എന്നിട്ട് അതിനെ നിങ്ങൾ ഫേസ്ബുക്കിലൂടെ അപ്ലോഡ് ചെയ്ത് പോസ്റ്റ് ചെയ്യുകയാണ്. ഞാൻ എന്റെ സംസാരം ശ്രവിക്കുന്ന എല്ലാ സഹോദരിമാരോടും പറയട്ടെ, അങ്ങനെയുള്ളൊരു ഡബ്മാഷിന്റെ പിന്നിൽ പോയി ഈമാന നഷ്ടപ്പെടുത്തണ്ട. അങ്ങനെയുള്ള ഒരു തെറ്റിലും അകപ്പെട്ടു പോകണ്ട. ഇന്ന് വ്യാപകമായി കാണുന്ന മറ്റൊരു അനാചാരമാണ് ടാറ്റോ എന്ന പേരിൽ. അതാ ചില മുസ്ലിം പെൺകുട്ടികൾ, എല്ലാവരെ കുറിച്ചല്ലോ ഞാൻ പറയുന്നത്, അത് തെറ്റാണെന്ന് അറിയാഞ്ഞിട്ടാണെന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. അത് തെറ്റാണെന്നൊരു മുസ്ലിം സഹോദരി മനസ്സിലാക്കിയാൽ പിന്നെ അതിന്റെ പിന്നാലെ പോകാൻ മുസ്ലിം സഹോദരിമാരെ കിട്ടലെങ്ങനെ, കിട്ടുന്നതെങ്ങനെ? അതെന്താണ്? ശരീരത്തിന്റെ ഏതോ ഒരു ഭാഗത്ത്, ജനങ്ങൾക്ക് വ്യക്തമായി കാണാൻ പറ്റിയ ഒരു ഭാഗത്ത് അത് സ്റ്റിക്കർ പതിപ്പിക്കുന്നത് പോലെ ടാറ്റോ പതിപ്പിക്കുകയാണ്. യുഖാലു ലഹു ടാറ്റോ. അതിന് പറയൽ തന്നെ ടാറ്റോ എന്നാണ്. ഞാൻ എന്റെ സംസാരം കേൾക്കുന്ന സഹോദരിമാരുടെ കൂട്ടത്തില് ബ്യൂട്ടി പാർലറിൽ കയറിയിട്ട് അതുപോലെ ഏതെങ്കിലും ഒരു സഹോദരി ടാറ്റോ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ, ടാറ്റോ വെച്ച് പിടിപ്പിച്ച സഹോദരിമാർക്ക് സ്വർഗമില്ല. അങ്ങനെ സ്വർഗത്തിലെത്തുമെന്ന് ഒരു പരിഷ്കാരിയായ സഹോദരിയോ തെറ്റിദ്ധരിക്കണ്ട. സ്വർഗത്തിലെത്താൻ ഒന്നാമതായി വേണ്ടത് എല്ലാ പാപങ്ങളിൽ നിന്നും ശരീരത്തെ തടഞ്ഞു വെച്ചോ. എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരാ, കള്ളുകുടിയനാകണ്ട, വ്യഭിചാരിയാകണ്ട. ഇന്നത്തെ നമ്മുടെ സമുദായത്തെ ഏറ്റവും മാരകമായി പിടികൂടിയ കഞ്ചാവിൽ അകപ്പെടണ്ട, മയക്കുമരുന്നിൽ അകപ്പെടണ്ട. രക്ഷിതാക്കളെ, നിങ്ങളുടെ കുട്ടികളെ നന്നായി ശ്രദ്ധിച്ചില്ലാതെ കണ്ടാൽ ഭാവി തലമുറയിൽ വളർന്നു വരുന്ന നിങ്ങളുടെ മക്കള് കഞ്ചാവിന് അഡിക്റ്റുകളായി മാറുന്നു എന്ന് പറയുന്നതിന് സങ്കടമുണ്ട് കേട്ടോ. സ്കൂളുകളിലേക്ക് കുട്ടികളെ പറഞ്ഞേക്കുന്ന രക്ഷിതാക്കളുടെ ശ്രദ്ധയിൽ ഞാനൊരു കാര്യം കൊണ്ടുവരികയാണ്. അതെന്താണെന്നറിയാമോ? അതാ ചില കുട്ടികൾ സ്കൂൾ ബസ്സിലൂടെ സ്കൂളിൽ പോവുകയാണ്. വേറെ ചില കുട്ടികളോ അവരുടെ സ്വന്തം വീട്ടിലെ വാഹനങ്ങളിലൂടെ സ്കൂളിൽ പോവുകയാണ്. എന്നാൽ ചില കുട്ടികളെ മാതാപിതാക്കൾ കെട്ടടിച്ച് നിർത്തിയതുപോലെ ചില കുട്ടികളുണ്ട്. അവർ സ്കൂൾ ബസ്സിലൂടെയല്ല പോകുന്നത്, സ്വന്തം വീട്ടിലെ വാഹനം
വാഹനങ്ങളിലൂടെയല്ല പോകുന്നത്. പാപ്പ അതിനെ കുറിച്ച് ശ്രദ്ധിച്ചിട്ടില്ല, ഉമ്മ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല, ചേട്ടൻ അതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. എന്നിട്ടോ ബാപ്പയും ഉമ്മയും ഒക്കെ പറയുന്നത് എന്താണ്? മോനെ, കിട്ടിയ വാഹനത്തിൽ അങ്ങ് കയറിപ്പൊക്കോ എന്നാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നമ്മുടെ കുട്ടികൾ ഭൗതിക കലാലയങ്ങളിൽ പഠിക്കാൻ പോകുമ്പോ അവർ കിട്ടിയ വാഹനത്തിന്റെ മുന്നിൽ കൈ കാണിച്ച് നിർത്തിച്ച് അതിൽ കയറിയിട്ടാണ് സ്കൂളിൽ പോകുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ മക്കള് പോകുന്നത് സ്കൂളിലായകണം എന്നില്ല. ചിലപ്പോൾ ഏതൊരു ബൈക്കുകാരന്റെ പിന്നിലാണോ ഈ കുട്ടി ഇരുന്ന് പോയത്, ആ ബൈക്കുകാരൻ ഇവനെ നേരെ കൊണ്ടുപോകുന്നത് ഒരു തെറ്റായ സ്ഥലത്തേക്കാ. നല്ലവരായി വളരേണ്ട നിങ്ങളുടെ മക്കള്, നിങ്ങളെ നോക്കിക്കഴിയേണ്ട നിങ്ങളുടെ മക്കള് നാളെ നിങ്ങളെ ഖബറിൽ കഴിയുമ്പോ നിങ്ങളുടെ ഖബറിന്റെ ചാരത്ത് വന്ന് പടച്ച റബ്ബേ, ഈ ഖബറിൽ കിടക്കുന്ന ഖബറാളി എന്റെ മാതാവാണ്, ഈ ഖബറിൽ കിടക്കുന്ന ഖബറാളി എന്റെ പിതാവാണ്, ആ ബാപ്പാക്ക് നീ ഒന്ന് പൊറുക്കണേ അല്ലാ, എന്റെ ഉമ്മാന്റെ പാപങ്ങളൊന്ന് പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് ചോദിച്ച് അള്ളാനോട് ദുആ ചെയ്യാൻ വളർന്നു വരേണ്ട നിങ്ങളുടെ മക്കള് ഇതുപോലെ പോകുന്ന വാഹനങ്ങളുടെ മുന്നിൽ കൈ കാണിച്ച് നിർത്തിച്ചിട്ട് അവരുടെ പിന്നിൽ കയറിയിട്ട് പോയാൽ ചിലപ്പോൾ അവൻ വലുതാകുമ്പോ തെമ്മാടിയായി വലുതായാൽ, മയക്കുമരുന്നിന് അടിമപ്പെട്ട് വലുതായാൽ അതിന് നാളെ റബ്ബിന്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടി വരുന്നത് രക്ഷിതാക്കളായ നിങ്ങളാണ് കേട്ടോ. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. പറഞ്ഞ വിഷയം മറക്കണ്ട, ഞാൻ അതിലേക്ക് തന്നെ മടങ്ങുകയാണ്. ഈ കൊതിപ്പിക്കുന്ന സ്വർഗത്തിലെത്തണമെങ്കിൽ ഒന്നാമതായി ചെയ്യേണ്ടത് ഹറാമിൽ നിന്ന് മാറി നിന്നോ. അതുകൊണ്ടല്ലേ ഖുർആൻ പറഞ്ഞത് വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. ഓ മനുഷ്യ, നിന്റെ ദേഹേച്ഛ നിന്നോട് പറയുന്ന തെറ്റുകളുണ്ടല്ലോ, അതിൽ നിന്ന് നീ മാറി നിന്നോ. അങ്ങനെ തെറ്റിൽ നിന്ന് നീ മാറി നിന്നാൽ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, നിനക്ക് സ്വർഗം അഭയകേന്ദ്രമാണ് കേട്ടോ. ആ സ്വർഗത്തെ വില കൊടുത്ത് സമ്പാദിക്കാൻ കഴിയണം. സ്വർഗത്തിന് വില കൊടുത്ത് സമ്പാദിക്കാൻ കഴിയണം. അങ്ങനെ കഴിയോ ഉസ്താദേ? കഴിയും, പക്ഷെ അത് പൈസ അല്ലാന്നേ ഉള്ളൂ. പിന്നെന്താ? കിട്ടണം, കേരളക്കാരെ ഒന്ന് എനിക്ക് കിട്ടണം എന്ന് സ്വർഗം നമ്മെ ഇങ്ങോട്ട് കൊതിക്കണം. അപ്പഴാ സ്വർഗം കിട്ടാ. നമ്മൾ കുറെ സ്വർഗത്തെ കൊതിച്ചിട്ട് മാത്രം കാര്യമില്ല. അതുകൊണ്ടാണ് സ്വർഗം ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഒരു കാര്യം അങ്ങോട്ട് കൊടുക്കണം. അതെന്താ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സമനുൽ ജന്നതി തർക്കു ദുനിയ. സ്വർഗത്തിന് അങ്ങോട്ട് കൊടുക്കാനുള്ള വില തർക്കു ദുനിയ, ദുനിയാവിനെ രണ്ടാം നമ്പറായി കാണണം. അതാ സ്വർഗം ഇങ്ങോട്ട് കിട്ടാനുള്ള വില. സ്വർഗം ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ സമനുൽ ജന്നതി തർക്കു ദുനിയ, ദുനിയാവിനെ രണ്ടാം നമ്പറായി കാണണം. ദുനിയാവിന്റെ പിന്നിൽ പോകുന്ന ഒരു സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. ഇതിന്റെ അർത്ഥം വീട് ഉണ്ടാകാൻ പാടില്ല എന്നല്ല, വീടുണ്ടാകാൻ പാടില്ല എന്നല്ല, പിന്നെ വാഹനങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നല്ല, നല്ല വസ്ത്രം ധരിക്കാൻ പാടില്ല എന്നല്ല, അങ്ങനൊന്നും അല്ല. സുബ്ഹാനല്ലാഹ്. മുതല്ലിമീങ്ങൾക്ക് ഓതി കൊടുക്കുന്ന സമയത്ത് കണ്ടു, മിഷ്കാത്തിൽ ഒരു ഹദീസ് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹദീസിന്റെ കിതാബിലൊക്കെ ഉദ്ധരിക്കപ്പെട്ട ഹദീസാണ്. എന്താണ് ഹദീസ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒരു സദസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ആ സദസ്സിലേക്ക് ഒരാൾ വന്നു. ഒരാൾ വന്നത് എങ്ങനെയാ? പിന്നെ തുന്നി വെച്ച വസ്ത്രം, ഇങ്ങനെ ആ വസ്ത്രം ധരിച്ചിട്ടാണ്, കഷ്ണങ്ങളായി ഓരോ സ്ഥലത്ത് ഇങ്ങനെ വെച്ചു പിടിപ്പിച്ച വസ്ത്രങ്ങൾ ധരിച്ചിട്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ അടുത്തേക്ക് ഒരാൾ വരുന്നത്. ഇയാളെ ഈ വരവ് കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ലൈസ ലക മാൽ, സമ്പത്തൊന്നും ഇല്ലെന്ന് ചോദിച്ചു. അപ്പൊ ഇയാൾ പറഞ്ഞു, വലിയ കസീറു മിനൽ മാൽ, ഒരുപാട് സമ്പത്തുണ്ടെന്ന്. അപ്പൊ ചോദിച്ചു, എന്തിൽ നിന്നൊക്കെയാ സമ്പത്ത് ഉള്ളത് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, മിനൽ ബഖരി വൽ ഗനമി, പശു ആ സമ്പത്തും ഉണ്ട്, ആടും ഉണ്ട്, എല്ലാം ഉണ്ട്. ആണോ? പിന്നെ എന്താ ഒരു നല്ല കുപ്പായം ധരിക്കാൻ കഴിയാത്തത്? ഹബീബായ തങ്ങളുടെ ചോദ്യ ഹദീസിലുള്ളതാ. ഇതൊക്കെ ഉണ്ടായിട്ട് പിന്നെ എന്താ ഈ ആ അടയാളങ്ങളൊന്നും ഈ ശരീരത്തിൽ കാണാത്തത്? അതുകൊണ്ട് തന്നെ അല്ലാഹു തആല നിങ്ങൾക്ക് അനുഗ്രഹം തന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹു തന്ന നിഅമത്തിന്റെ അടയാളം നിങ്ങളുടെ ശരീരത്തിൽ കാണട്ടെ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി.
അപ്പൊ നല്ല വസ്ത്രം ധരിക്കാന്ന് പറഞ്ഞാൽ സ്വർഗം കിട്ടാതിരിക്കാനുള്ള വഴിയാണോ? ഇല്ല. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ ശൈഖുനാ ഉസ്താദ് അവറുകൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഇപ്പൊ കുറച്ചു നേരം കഴിഞ്ഞാൽ ഇങ്ങോട്ട് എത്തും. ഉസ്താദ് അവറുകൾ വലിയ വാഹനത്തിൽ പോവാ. ഓ, ഇയാൾ ഇത്ര വലിയ വാഹനത്തിൽ ഇവിടെ തന്നെ പോവാണോ? എന്നാ സ്വർഗത്തിലൊന്നും ഇല്ലട്ടോ. തെറ്റിദ്ധരിക്കേണ്ട ആരും. നല്ല വസ്ത്രം ധരിക്കുമ്പോ നല്ല വാഹനത്തിൽ പോകുമ്പോഴേക്ക് അതൊക്കെ സ്വർഗം കിട്ടാൻ ഒരു തടസ്സാണെന്ന് ഒരാളും തെറ്റിദ്ധരിക്കണ്ട. പിന്നെ അത് കാണണമെന്നാ, നിങ്ങളെ ജീവിതത്തിൽ അത് കാണണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചത്. അത് പിന്നെ ഉസ്താദ് വന്നതിന് ശേഷം പറയാൻ പറ്റൂല എന്നാ ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സുഹൃത്തുക്കളെ, സ്വർഗം ഇങ്ങോട്ട് കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി സമനുൽ ജന്നത്തി തർക്കു ദുനിയ. ദുനിയാവിനെ രണ്ടാം നമ്പറായി കാണണം. കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അത് പ്രശ്നമില്ല, അത് പ്രശ്നമില്ല. നമുക്ക് കിട്ടേണ്ടത് ആഖിറമാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നോക്കൂ. അപ്പോ രണ്ടാമത്തെ കാര്യം, ദുനിയാവിനെ നമുക്കിങ്ങോട്ട് സ്വർഗം നമുക്ക് കിട്ടണമെങ്കിൽ ദുനിയാവിനെ രണ്ടാം നമ്പറായി കാണണം. അപ്പൊ ദുനിയാവിൽ നിന്ന് കുറഞ്ഞത് കൊണ്ട് തൃപ്തിപ്പെടണം. അല്ലാഹ് എന്ത് തരുന്നു അതുകൊണ്ടങ്ങ് തൃപ്തിപ്പെടണോ? ഇതങ്ങനെയല്ല. സുബ്ഹാനല്ലാഹ്, അയൽവാസിയായ ഒരു മനുഷ്യൻ നല്ല വീടുണ്ടാക്കിയപ്പോ ഇപ്പുറത്തെ ആൾക്ക് എനിക്കും അതുപോലെ ഒരു വീട് വേണം എന്ന് കൊതിക്കുന്നതിൽ തെറ്റൊന്നുമില്ല കേട്ടോ. ഇവൻ കുറെ കാലം നോക്കി, ഇവൻക്ക് അങ്ങനെ ഒരു വീടുണ്ടാകണില്ല. എന്തേ കാരണം? അപ്പുറത്തുള്ളവന്റെ വീടായപ്പോഴാണ് ഇപ്പുറത്തുകാരൻ കൊതിക്കുന്നത്. അപ്പൊ ആ കൊതിക്കുന്നതിൽ തന്നെ എന്തോ ഒന്നുണ്ട് എന്നാണല്ലോ അതിന്റെ അർത്ഥം. അല്ലാതെ നേരത്തെ തന്നെ കൊതിച്ചുകൂടെയോ? ഇവൻ കുറെ നോക്കി, വീട് കിട്ടുന്നുണ്ടോ? ഇല്ല, വീടുണ്ടാക്കാൻ കഴിയണില്ല. അപ്പം എല്ലാം എന്തോ ഒന്ന് കൊണ്ടുവന്ന് അപ്പുറത്തുള്ള വീട്ടുകാരന്റെ വീട് മുറ്റത്ത് എന്തോന്ന് ചൊരുക്കിയാണ്. അതിന് എന്റെ നാട്ടിൽ ഭസ്മ എന്ന് പറയൂ, ഇവിടെ എന്ത് പറയുന്നില്ല. പിന്നെ അപ്പുറത്തുകാരന്റെ സിഹിർ തന്നെ എവിടെങ്കിലും കൊണ്ടുവന്ന് തകടിന്റെ ഒരു കഷ്ണം ഇങ്ങനെ പൊഴിച്ചു വെക്കുകയാണ്. അങ്ങനെ ഒരാളും ചെയ്യണ്ട. ഒരു സ്വർഗം കിട്ടണോ? രണ്ടാമത്തെ നല്ല വഴി ഇമാമിങ്ങൾ പഠിപ്പിക്കുകയാണ്. ദുനിയാവിൽ നിന്ന് അല്ലാഹ് തരുന്നത് എത്രയാണ് അത് കൂടുതലാണോ? കൂടുതലാകട്ടെ. കുറഞ്ഞതാണോ? കുറഞ്ഞതാകട്ടെ. റബ്ബ് തരുന്നത് തൃപ്തിയോടെ സ്വീകരിച്ചോ. സുബ്ഹാനല്ലാഹ്. ഇത് പറഞ്ഞതിന് ശേഷം മൂന്നാമതായി പറയുകയാണ്, ഒന്നാമതായി സ്വർഗം കിട്ടണമെങ്കിൽ വേണ്ടത് ഹറാമിൽ നിന്ന് മാറി നിൽക്കണം. രണ്ടാമതായി ദുനിയാവിനെ അങ്ങോട്ട് കൊടുക്കണം. അല്ലാഹ് തരുന്നത് അല്പമാണെങ്കിൽ അതിൽ നിന്ന് തൃപ്തിപ്പെടണം. മൂന്നാമതായി പറയുന്നു, അയ്യകൂന ഹരീസൻ അല ത്വാഅത്ത്. അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നതിൽ വലിയ താല്പര്യമുള്ളവനാകണം. ധാരാളം ഇബാദത്ത് ചെയ്യുന്നവനാകണം. ധാരാളം ഇബാദത്ത് ചെയ്യുന്ന ആൾക്ക് മാത്രമേ സ്വർഗം കിട്ടൂ. അതുകൊണ്ടാണല്ലോ സയ്യിദുനാ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു മഹാനവരുകൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ യാത്ര പോവാണ്. ആ യാത്ര പോകുന്ന സമയത്ത് മഹാനവരുകൾക്കൊന്ന് മൂത്രിക്കണമെന്ന് തോന്നി. അപ്പൊ ഒരു സ്ഥലത്ത് ഇങ്ങനെ അതാ മൂത്രിക്കാൻ കയറി. പുറത്തു വരുമ്പോ ഒരാൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പൈസ ചോദിക്കാൻ. എന്തിനാ പൈസ? മൂത്രിച്ചതിന് പൈസ. ബസ് സ്റ്റോപ്പുകളിൽ ഉണ്ടാകാറുണ്ട്, ചില സ്റ്റേഷനുകളിൽ ഉണ്ടാകാറുണ്ട്. അപ്പുറം മൂത്രിച്ചപ്പോ പൈസ, നമ്മളെ മൂത്രം അങ്ങോട്ട് കൊടുത്തത് മാത്രല്ല പൈസ അങ്ങോട്ട് കൊടുക്കണം. സുബ്ഹാനല്ലാഹ്. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ഈ അടുത്തിരിക്കുന്ന മനുഷ്യൻ പൈസ അങ്ങ് ചോദിച്ചപ്പോ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. മഹാനവരുകൾ കരഞ്ഞപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, പൈസ വേണ്ട. പൈസ ചോദിച്ചതിന് എന്തിനാ കരയുന്നത്? ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പറഞ്ഞു, മനുഷ്യ, ഞാൻ കരഞ്ഞത് നീ എന്നോട് പൈസ ചോദിച്ചത് കൊണ്ടല്ല. അതേ സമയത്ത് നീ എന്നോട് ഞാൻ മൂത്രിച്ച് വരുമ്പോഴേക്ക് നീ എന്നോട് പൈസ ചോദിച്ചപ്പോ ഞാൻ ചിന്തിച്ചത് സ്വർഗത്തെയാണ് കേട്ടോ. കാരണം നജസുള്ള സ്ഥലത്ത് കയറണമെങ്കിൽ നീ എന്നോട് പൈസ ചോദിക്കുകയാണല്ലോ. സൗജന്യമായി മജ്ജാനൻ നിനക്ക് സൗജന്യമായി നജസുള്ള സ്ഥലത്ത് കയറാൻ പറ്റൂല എന്നല്ലേ ഈ പറഞ്ഞതിന്റെ അർത്ഥം. എന്നാൽ മുത്തഖീങ്ങളായ ജനങ്ങൾക്ക് അല്ലാഹു തആല സൃഷ്ടിച്ചു വെച്ച സ്വർഗമുണ്ടല്ലോ. ആ
സ്വർഗത്തിലെത്തണമെങ്കിൽ എത്ര പണമാ വേണ്ടത്, എത്ര സൽക്കർമ്മങ്ങളാ വേണ്ടത്, എത്ര ഇബാദത്താ വേണ്ടത്. ആ സ്വർഗത്തെ കൊള്ളാൻ മാത്രമുള്ള ഇബാദത്ത് പാവപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹമിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചിട്ട് കരയുകയാണ് കേട്ടോ. സുബ്ഹാനല്ലാഹ്. അപ്പൊ സ്വർഗം കിട്ടണമെങ്കിൽ മൂന്നാമത്തെ വഴി എന്താ പറഞ്ഞത്? അയ്യകൂന ഹരീസുൻ അലത്വാഅത്ത്. ഓ ഉമ്മമാരെ, ഓ ചെറുപ്പക്കാരെ, ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യണം. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാത്ത ഒരൊറ്റ ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. പഴയ കാലത്ത് നമ്മുടെ വീട്ടിലെ ഉമ്മമാർ, ഞാൻ എന്റെ സംസാരം കേൾക്കുന്ന ഉമ്മമാരോട് പറയട്ടെ, സഹോദരിമാരോട് പറയട്ടെ, പഴയ കാലത്ത് നമ്മുടെ വീടുകളിൽ ഹദ്ദാദ് റാത്തീബ് എല്ലാ ദിവസവും ഓതാത്ത വീടുകൾ ഉണ്ടായിട്ടുണ്ടോ? അതേ സമയത്ത് ഇന്ന് നമ്മുടെ സഹോദരിമാരെ എപ്പ നോക്കിയാലും വാട്സപ്പിലാണ്, എപ്പ നോക്കിയാലും യൂട്യൂബിലാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ പിന്നെ അതാ ഹദ്ദാദ് റാത്തീബ് ഓതാൻ സമയമില്ല, ദിക്ർ എടുക്കാൻ സമയമില്ല, ഖുർആൻ ഓതാൻ സമയമില്ല. ഇന്നത്തെ സദസ്സിൽ നിന്നൊരു തീരുമാനമെടുക്കണം, ഇനിയുള്ള എന്റെ ജീവിതത്തിൽ ഒരൊറ്റ ദിവസം പോലും ഖുർആൻ ഓതാത്ത ദിവസം ഉണ്ടായിക്കൂടാ. അപ്പൊ പ്രായമുള്ളവർ ചിന്തിക്കും, ഉസ്താദേ ഖുർആൻ ഓതാൻ എനിക്കറിയില്ലല്ലോ. അപ്പൊ ഞാൻ പ്രായമുള്ള ഉപ്പമാരോട് പറയട്ടെ, നിങ്ങൾക്ക് ഖുർആൻ മുഴുവനും ഓതാൻ അറിയില്ലെങ്കിൽ ആ മുസ്ഹഫ് ഒന്ന് തുറന്നു വെച്ച് നിങ്ങൾക്ക് ആ മുസ്ഹഫിന്റെ വരികളിലൂടെ ഒന്ന് കണ്ണോടിച്ചുകൂടെയോ, ഒന്ന് നോക്കിക്കൂടെയോ? ഖുർആൻ ഓതിയതിന് പ്രതിഫലം വേറെയാണ്, അത് നോക്കിയതിന് പ്രതിഫലം വേറെയാണ്. ഇപ്പൊ വളരെ ഫാഷനായി ഒരു കാര്യം വ്യാപിച്ചിരിക്കുകയാണ്. എല്ലാരും ഖുർആൻ ഓതുന്നത് മൊബൈലിലേക്ക് നോക്കിയിട്ടാണ്. വെള്ളിയാഴ്ച പള്ളിയിൽ വന്നിട്ടിരിക്കുന്ന സമയത്ത് പള്ളിയിൽ ഒരുപാട് മുസാഫുകൾ ഉണ്ടായിട്ട് പോലും ആ മുസാഫ് എടുത്ത് അതിലേക്ക് നോക്കിയിട്ട് അൽ-കഹ്ഫ് ഓതുന്നതിന് പകരം ചെറുപ്പക്കാരെ മൊബൈലിലേക്ക് നോക്കിയിട്ട് അൽ-കഹ്ഫ് ഓതുന്നവരുണ്ട്. ഓതിയാൽ ഓതിയ കൂലി കിട്ടൂല എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതേ സമയത്ത് മുസാഫുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ആ മുസാഫ് തന്നെ പരമാവധി ഉപയോഗിച്ചുകൂടെയോ? അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആരെയെങ്കിലും അല്ലാഹു തആല ഇഷ്ടപ്പെടണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവൻ ഫൽയഖ്റയിൽ ഖുർആൻ ഫിൽ മുസാഫി, മുസാഫിലേക്ക് നോക്കിയിട്ട് അവൻ ഖുർആൻ പാരായണം ചെയ്യട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഒരൊറ്റ ദിവസം പോലും ഖുർആൻ പാരായണം ചെയ്യാത്ത ദിവസം മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ. ഇനി ഞാനൊന്നും കൂടി പറയട്ടെ, എത്ര കണ്ട് സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കാൻ കഴിയുമോ അത്ര കണ്ട് സുന്നത്ത് നിസ്കാരം വർദ്ധിപ്പിക്കണം. ഓ ഉമ്മമാരെ, സുബ്ഹി ഫർള് നിസ്കാരത്തിന്റെ മുമ്പ് ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. ളുഹുറിന്റെ മുമ്പ് ഒരു 4 റക്അത്ത്, ളുഹുറിന്റെ ശേഷം ഒരു 4 റക്അത്ത്. അതുപോലെ തന്നെ അസറിന്റെ മുമ്പ് സുന്നത്ത് നിസ്കാരമുണ്ട്. മഗ്രിബിന്റെ മുമ്പുണ്ട്, മഗ്രിബിന്റെ ശേഷമുണ്ട്. ഇശാഇന്റെ മുമ്പുണ്ട്, ഇശാഇന്റെ ശേഷമുണ്ട്. എന്നിട്ടൊരു 3 റക്അത്തെങ്കിലും വിത്ർ എന്ന സുന്നത്ത് നിസ്കാരം. അതുപോലെ തന്നെ ളുഹ സുന്നത്ത് നിസ്കാരം. ഇനി രാത്രിയായാലോ സുബ്ഹി ബാങ്ക് വിളിക്കുന്നതിന്റെ ഒരു അല്പനേരം മുമ്പ് എണീറ്റ് ഒരു ചുരുങ്ങിയത് ഒരു 2 റക്അത്താണെങ്കിലും ഒന്ന് തഹജ്ജുദ് നിസ്കരിച്ചുകൂടെയോ? ആ രൂപത്തിൽ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്താൽ അവന് സ്വർഗത്തിലെത്താം. ഇനി 4-ാമത്തൊരു വഴി എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അയ്യുക്സിറ ദുആ, അവൻ സ്വർഗം കിട്ടാൻ വേണ്ടി അല്ലാഹുവിനോട്